എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനസ്സമാധാനമുള്ളൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? ഈ മനസ്സമാധാനക്കുറവിന് നമ്മളിൽ തന്നെ ചില ക്വാളിറ്റീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമാധാനപൂർവ്വമുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ മാറ്റി വയ്ക്കേണ്ട ചില ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വരുന്നത് കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ട്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ട്. അപ്പോൾ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്താണെന്ന് ആദ്യം പറയാം. ഞാനാണ് വലുത്, ഞാനാണ് മറ്റുള്ളവരെക്കാളും എല്ലാ കാര്യത്തിനും എന്തിനും ഏതിനും പോന്നവൻ എന്നുള്ളൊരു ചിന്ത. ആ ചിന്ത ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മനസ്സമാധാനമൊക്കെ കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ വരുന്നതാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, മറ്റുള്ളവരെക്കാളും താഴെയാണ്, എനിക്ക് മാത്രം എന്താ എല്ലാം നല്ലതൊന്നും സംഭവിക്കാതെ എന്നുള്ളൊരു ചിന്ത. അതും ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എല്ലാ കാര്യത്തിലും ഒന്നെങ്കിൽ ഇൻഫീരിയറായിട്ട് ചിന്തിക്കും, അല്ലെങ്കിൽ സുപ്പീരിയറായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഒന്ന് മാറ്റി വെച്ച് നോക്കട്ടോ, ഈ ചിന്തകളൊക്കെ നല്ലത് സംഭവിക്കും. പിന്നെ വരുന്ന സെക്കൻഡ് ഒരു കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം. എന്തിനും ഏതിനും കയറി എല്ലാവരുടെയും കാര്യത്തിലും കയറി അങ്ങോട്ട് ഇടപെടുക. എന്തിനത്? മറ്റുള്ളവർക്ക് അവരുടേതായ ഒരു സ്പേസ് നമ്മൾ നൽകണ്ടേ? ഈ സ്പേസ് നമ്മൾ നൽകിയാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. എല്ലാത്തിനും കയറി അങ്ങ് ഇടപെടാതിരിക്കുക. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എല്ലാത്തിനും. മറ്റുള്ളവർക്ക് ഒരു പേഴ്സണൽ സ്പേസ്, അത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എല്ലാത്തിനും കയറി അങ്ങ് ഇടപെടരുത്. മീൻസ് ഹെൽപ്പും സപ്പോർട്ടും വേണം. അവരാവശ്യപ്പെടുകയാണെങ്കിൽ ഇടപെടാം. അല്ലാത്ത കാര്യത്തിന് എന്തിനും ഇതിനും കയറി ഇങ്ങനെ ഇടപെട്ട് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നതാണ് കമ്പാരിസൺ. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫാമിലി മെമ്പേഴ്സോ, കൂടുതലായിട്ടും സിബ്ലിങ്സ്, നമ്മുടെ മക്കളിൽ തന്നെ മൂന്ന് ക്യാരക്ടറായിരിക്കാം ചിലപ്പോൾ. ഒരു വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ ഇവരെ തന്നെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, അവരങ്ങനെയാണ്, അപ്പുറത്ത് വീട്ടുകാർ ഇങ്ങനെയാണ്. എന്തിനാ ഇങ്ങനെയുള്ള കമ്പാരിസൺസൊക്കെ നമ്മൾ നടത്താൻ പോകുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും കമ്പാരിസൺസ് ചെയ്യാൻ പാടില്ല. ഒന്നും നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ ലൈഫ് പോലും. ഒക്കെ ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കമ്പാരിസൺ നിർത്തുക. നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാത്തിനും ഒരു തൃപ്തി കണ്ടുപഠിക്കുക. അപ്പോൾ തന്നെ ഒരുവിധം കാര്യങ്ങളെല്ലാം ശരിയാവും. പിന്നെ വരുന്നത് നന്ദിയില്ലാത്ത ജീവിതം നയിക്കുക എന്ന് പറയുന്നത്. നന്ദിയില്ലാത്ത ജീവിതം നയിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ട് പോസിറ്റീവായിട്ട്, ഇതൊന്നും കാണാതെ അയ്യോ എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടിയായിട്ട് നടക്കുന്ന ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ കൂടുതലും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് ചിന്തിച്ച് നമ്മുടെ ബോഡിയിൽ പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജ തരംഗങ്ങളാണ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയോ എന്ത് ചെയ്യുകയാണെങ്കിലും ആ കാര്യങ്ങളിലെല്ലാം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കലരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നല്ലത് പറയുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും പോസിറ്റീവായിട്ട് ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സകല സൗഭാഗ്യങ്ങൾ, ഒരുപക്ഷെ ആരോഗ്യമുള്ള നല്ല ശരീരമായിരിക്കാം, അസുഖങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു കുടുംബ അന്തരീക്ഷമായിരിക്കാം, അങ്ങനെ പലതും എന്തെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ബോഡി തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. മറ്റുള്ളവരെ തമ്മിൽ കമ്പയർ ചെയ്യാതെ ചിലപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള മുടിയായിരിക്കാം, അതും ഒരു നല്ലൊരു കാര്യമല്ലേ. നല്ല ടെക്സ്ചറുള്ളതായിരിക്കാം, നല്ല ടെക്സ്ചറുള്ള സ്കിന്നായിരിക്കാം, അല്ലെങ്കിൽ നല്ല സൗണ്ടായിരിക്കാം, എന്തോ നന്നായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ശീലിപ്പിക്കുക. കുട്ടികളെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെറുപ്പത്തിൽ തന്നെ എന്താ പറയുക, ഡിവൈൻ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, ഈശ്വരനോട് കൂടുതൽ അടുപ്പിക്കുക. അപ്പോൾ കൂടുതലും അവർ പോസിറ്റീവായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. നല്ലൊരു ദിവസം നേരുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക്സ്.